ഇത് കണ്ടോ, നമ്മുടെ റാന്നി ചന്തയിലെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് അറിയണം കേട്ടോ. ഞാൻ കാണിച്ചു തരാമേ. പറഞ്ഞു. റാന്നി മാർക്കറ്റിലെ അതിൻ്റെ തൊഴിലാളിയാണ്. ആണ്. ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മാർക്കറ്റിലെ ലോഡിങ്ങാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഒന്നുമില്ല. ഇവിടെ 2 പേര് സ്റ്റോൾ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ സ്റ്റോൾ കയറിയോളാണ് ചന്ത നിന്ന് പോലെ ഒരു വഴി ഉണ്ടാവുന്ന വെട്ടിപ്പൊടിക്കാണ്. നമ്മളെ മാർക്കറ്റ് ഈ കച്ചവക്കാർ പുറത്തിറങ്ങിപ്പോൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ വേറെ മറ്റുള്ള പുറമണിക്ക് പോകും. എൻ്റെ പേര് വിജു, തിരുവ് 14 പേര് റാന്നി. ഇപ്പോഴത്തെ പ്രശ്നം എന്തോ? ഇപ്പോൾ ഞങ്ങൾക്ക് പണിയില്ല. ഞങ്ങൾക്ക് പണിയില്ല. ഞാനിപ്പോൾ മറ്റു പുറമണിക്ക് പോകും. തയ്ക്കാൻ മുടങ്ങാൻ മറ്റു കാര്യങ്ങളൊക്കെ പോകണം. ഇതുകൊണ്ടാണ് ജീവിച്ചു പോയിരുന്നത്. ഇതുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ 5 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല. അതെല്ലാം ഉണ്ട്. ഞാൻ ഇതുകൊണ്ടാണ് വീട്ടിലെ അരിയെല്ലാം മേടിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളില്ല. ഞാൻ മറ്റു പുറമണിക്ക് പോകും. എന്താ പ്രശ്നം ഇവിടെ പരിപാടി? ശുചീകരണമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലീനിങ്ങാണ് നടക്കുന്നത്. പഞ്ചായത്തിലെ 17 വാർഡിലും അതുപോലെ തന്നെ ഘടകസ്ഥാപനങ്ങളിലും ചന്ത നമ്മുടെ ഈ പ്രദേശങ്ങളിലെല്ലാം വൃത്തിയാക്കുകയാണ് എല്ലാവരും. ഇപ്പോൾ ഈ ചന്ത ഇനിയും വൃത്തിയാക്കിയിട്ട് ഇത് തുടങ്ങുന്നുണ്ടോ? പിന്നെ തുടങ്ങാനായിട്ട് നമുക്ക് പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. എല്ലാ കച്ചവടക്കാരെയൊക്കെ ഇതിനകത്ത് ക്രമീകരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതനുസരിച്ച് നമ്മൾ പഞ്ചായത്തിനൊരു വരുമാനമല്ലായിരുന്നോ? തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അത് പുനഃസ്ഥാപനം ഇടാനുള്ള പദ്ധതികൾ വെച്ചിട്ടുണ്ട്. അത് നടപ്പാക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ കഴിയുമെന്നാണ് കരുതുന്നത്.